ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC വൈബ്. PSC വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹിമാലയൻ നദികളിൽ ഗംഗാ നദിയെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഹിമാലയൻ നദികളിൽ സിന്ധു നദിയെപ്പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് ഗംഗാ നദിയെപ്പറ്റി PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഗംഗയുടെ നീളം 2525 കിലോമീറ്ററാണ്. 2525 കിലോമീറ്ററാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗയുടെ നീളം. ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഗംഗ ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ടാണ് ഒഴുകുന്നത്. ഗംഗ ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ടാണ് ഒഴുകുന്നത്. ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിലൂടെയാണ് ഗംഗാ നദി ഒഴുകുന്നത്. ഗംഗ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? 5 സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. അവ ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്. 5 സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് എന്നീ 5 സംസ്ഥാനങ്ങളിലൂടെയാണ് ഗംഗ ഒഴുകുന്നത്. ഓക്കെ. ഇനി ഗംഗ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഉത്തർപ്രദേശിലൂടെയാണ്. ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഉത്തർപ്രദേശിലും ഏറ്റവും കുറച്ച് ഒഴുകുന്നത് ജാർഖണ്ഡിലുമാണ്. ഓക്കെ. ഇന്ത്യയിൽ ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഓക്കെ. ഇനി ഗംഗയുടെ ഉത്ഭവം നോക്കാം. ഗംഗ ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഗായ്മുഖ് ഗുഹകളിൽ നിന്നാണ്. ഗംഗ ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഗായ്മുഖ് ഗുഹകളിൽ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഓക്കെ. ഗംഗയുടെ ഉത്ഭവം ഉത്തരാഖണ്ഡിലെ ഗായ്മുഖ് ഗുഹകളിനടുത്തുള്ള ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. ഗംഗയുടെ പതനം ബംഗാൾ ഉൾക്കടലിലാണ്. ഗംഗയുടെ പതനം ബംഗാൾ ഉൾക്കടലിലാണ്. ഓക്കെ. ഇനി 2 നദികൾ കൂടിച്ചേർന്നിട്ടാണ് ഗംഗ ഒഴുകുന്നത്. ഗംഗ ആദ്യം ആരംഭിക്കുന്നത് ഗംഗയായിട്ടല്ല. ഗംഗ 2 നദികൾ കൂടിച്ചേർന്നിട്ടാണ് ഗംഗയായിട്ട് ഒഴുകുന്നത്. അളകനന്ദയും ഭഗീരഥി എന്നീ നദികൾ കൂടിച്ചേർന്നിട്ടാണ് ഗംഗയായിട്ട് ഒഴുകുന്നത്. ഓക്കെ. ഗംഗ 2 നദികൾ കൂടിച്ചേർന്നിട്ടാണ് ഒഴുകുന്നത്. അളകനന്ദ, ഭഗീരഥി എന്നീ 2 നദികൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അളകനന്ദ, ഭഗീരഥി എന്നിവയുടെ സംഗമ സ്ഥലമാണ് ദേവപ്രയാഗ്. ഈ ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഗംഗയായിട്ട് ഒഴുകുന്നത്. ഓക്കെ. 2 നദികൾ കൂടിച്ചേർന്നിട്ടാണ് ഗംഗയായിട്ട് ഒഴുകുന്നത്. അവ അളകനന്ദ, ഭഗീരഥി എന്നീ നദികളാണ്. അവ സംഗമിക്കുന്ന സ്ഥലം ദേവപ്രയാഗിൽ വെച്ചിട്ടാണ് ഗംഗയായിട്ട് ഒഴുകുന്നത്. ഓക്കെ. ഇനി ത്രിവേണി സംഗമം എന്ന് പറയുന്നത് ഗംഗ, യമുന, സരസ്വതി ഈ 3 നദികൾ, ഗംഗ, യമുന, സരസ്വതി നദികൾ സംഗമിക്കുന്ന സ്ഥലമാണ് ത്രിവേണി സംഗമം. അത് അലഹബാദ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ത്രിവേണി സംഗമം നടക്കുന്നത് അലഹബാദ്, അതായത് പ്രയാഗ്രാജ്. അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ് ത്രിവേണി സംഗമം. ഗംഗ, യമുന, സരസ്വതി, ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്ന സരസ്വതി നദിയും കൂടെ ചേർന്നിട്ടുള്ള സംഗമമാണ് ത്രിവേണി സംഗമം. പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ്. ഓക്കെ. ഇനി അളകനന്ദ നമ്മൾ പറഞ്ഞു, ഭഗീരഥയും അളകനന്ദയും കൂടെ കൂടിച്ചേർന്നിട്ടാണ് ഗംഗയായി ഒഴുകുന്നത്. അളകനന്ദ നദീതീരത്തെ തീർത്ഥാടന കേന്ദ്രമാണ് ബദ്രിനാഥ്. ചോദിച്ചിട്ടുണ്ട്. ബദ്രിനാഥ് ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ. അളകനന്ദ തീരത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ബദ്രിനാഥ്. ഓക്കെ. ഇനി ഗംഗ ഒഴുകി സമതല പ്രദേശത്തിൽ എത്തുന്നത് ഹരിദ്വാറിലൂടെയാണ്. ഗംഗ ഒഴുകിയിട്ട് സമതല പ്രദേശത്തിലേക്ക് പ്രവേശിക്കുന്നത് ഹരിദ്വാറിലൂടെയാണ്. ഓക്കെ. ഇനി ഗംഗാ നദീ തീരത്തെ പ്രധാന പട്ടണങ്ങൾ നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. കാൺപൂർ, പാറ്റ്ന, വാരണാസി, ഹരിദ്വാർ, അലഹബാദ് ഇവയൊക്കെ ഗംഗയുടെ തീരത്തെ പട്ടണങ്ങളാണ്. ഏതൊക്കെയാണ്? കാൺപൂർ, പാറ്റ്ന, വാരണാസി, ഹരിദ്വാർ, അലഹബാദ്. കാൺപൂർ, പാറ്റ്ന, വാരണാസി, ഹരിദ്വാർ, അലഹബാദ് ഇവയൊക്കെ ഗംഗാ തീരത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ്. ഓക്കെ. ഇനി ഫറാക്ക ഡാം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഫറാക്ക ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഫറാക്ക ഡാം സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലാണ്, വെസ്റ്റ് ബംഗാളിലാണ്, പശ്ചിമ ബംഗാളിലാണ്. ഓക്കെ. ഫറാക്ക ഡാം, ഗംഗാ നദി, പശ്ചിമ ബംഗാൾ. ഓക്കെ. ഇനി ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത് ഗംഗയ്ക്ക് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത്. ഓക്കെ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത് ഗംഗയ്ക്കാണ്. ഓക്കെ. ഇനി ഗംഗയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യമുന, ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദിയാണ് യമുന. യമുന, കോസി, സോൺ, രാംഗംഗ, ഘാഗ്ര, ഗോമതി ഇവയൊക്കെ ഗംഗയുടെ പ്രധാന പോഷക നദികളാണ്. ഏതൊക്കെയാണ് ഗംഗയുടെ പോഷക നദികൾ? യമുന, കോസി, സോൺ, രാംഗംഗ, ഘാഗ്ര, ഗോമതി. ഓക്കെ. ഇനി ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഘാഗ്ര.
ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഘാഗ്രയും ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി യമുനയുമാണ്. മാറിപ്പോകരുത്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഘാഗ്ര, ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് യമുന. ഓക്കെ. ഇനി ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഗംഗയുടെ പോഷക നദിയാണ് കോസി. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസിയാണ്. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കോസി ബീഹാറിന്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. ബീഹാറിന്റെ ദുഃഖം കോസി നദി, ബംഗാളിന്റെ ദുഃഖം ദാമോദർ നദി. ഓക്കെ. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നദീതട പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നദീതട പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. ഓക്കെ. നമ്മൾ പറഞ്ഞു ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് യമുന. പ്രാചീന കാലത്ത് കാളിന്തി എന്നറിയപ്പെട്ടത് യമുനയാണ്. പ്രാചീന കാലത്ത് കാളിന്തി എന്നറിയപ്പെട്ട നദി യമുനയാണ്. ഇനി യമുനയുടെ പോഷക നദികളാണ് ടോൺസ്, ചമ്പൽ, ബത്വ, കെൻ. ഏതൊക്കെയാണ്? ടോൺസ്. യമുനയുടെ പ്രധാന പോഷക നദികളാണ് ടോൺസ്, ചമ്പൽ, ബത്വ, കെൻ. ടോൺസ് ഇവയൊക്കെ യമുനയുടെ പോഷക നദികളാണ്. ഓക്കെ. ഇനി പ്രധാനപ്പെട്ട യമുനാ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പട്ടണങ്ങളൊക്കെ ഏതൊക്കെയെന്ന് നോക്കാം. ആഗ്ര, ഡൽഹി, താജ്മഹൽ ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് യമുനാ തീരത്താണ്. ചോദിക്കാറുള്ളതാണ്. ആഗ്ര പട്ടണം, അതുപോലെ ഡൽഹി സ്ഥിതി ചെയ്യുന്നത്, താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്, ഇതൊക്കെ യമുനയുടെ തീരത്താണ്. ഓക്കെ. അപ്പോൾ പ്രാചീന കാലത്ത് കാളിന്തി എന്നറിയപ്പെട്ടത് യമുനയാണ്. യമുനയുടെ പ്രധാന പോഷക നദികളാണ് ടോൺസ്, ചമ്പൽ, ബത്വ, കെൻ. ആഗ്ര, ഡൽഹി, താജ്മഹൽ ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് യമുന തീരത്താണ്. ഓക്കെ. ഇനി ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ എന്നാണ്. ചോദിക്കാറുള്ളതാണ്. ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ എന്നാണ്. ഇനി കൊൽക്കത്ത പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിയിലാണ്. കൊൽക്കത്ത പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഗംഗയുടെ ഡിസ്ട്രിബ്യൂട്ടറി ആയ ഹൂഗ്ലി നദി വഴിയാണ്. ട്രൈബ്യൂട്ടറി അല്ല, ഗംഗയുടെ പ്രധാന കൈവഴിയായ ഹൂഗ്ലി നദിക്കരയിലാണ് കൊൽക്കത്ത പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിക്കരയിലാണ്. ഓക്കെ. ഇനി ഗംഗ ബ്രഹ്മപുത്രയുമായി ചേർന്ന് ഒഴുകുമ്പോൾ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് മേഘ്ന എന്നാണ്. ഓക്കെ. ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പൊതുവെ പത്മ എന്നാണ്. എന്നാൽ ഗംഗ ബ്രഹ്മപുത്ര എന്ന നദിയുമായിട്ട് ചേർന്നൊഴുകുമ്പോൾ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് മേഘ്ന എന്നാണ്. പിന്നീടാണത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഗംഗ ബ്രഹ്മപുത്രയുമായി ചേർന്നൊഴുകി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന മേഘ്നയാണ് പിന്നീട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. ഓക്കെ. ഇനി എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം. ഇമ്പോർട്ടൻ്റ് ആണ്. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ 4-നാണ്. 2008 നവംബർ 4-നാണ് ഗംഗയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത്. ഇനി ഗംഗ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് തൊട്ടടുത്ത വർഷമാണ് 2009-ലാണ്. 2008 നവംബർ 4-ന് ഗംഗാ നദിയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചു. അതിന് തൊട്ടടുത്ത വർഷം 2009 ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായിട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ. ഇനി ഗംഗാ നദീജല കരാർ നടന്നത് 1996-ലാണ്. ഗംഗാ നദീജല കരാർ ഒപ്പിട്ട വർഷം 1996-ലാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ് ഗംഗാ നദീജല കരാറിൽ ഒപ്പിട്ടത്. വർഷം 1996. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന HD ദേവഗൗഡയും ഷെയ്ഖ് ഹസീന, ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയും തമ്മിലായിരുന്നു ഗംഗാ നദീജല കരാറിൽ ഒപ്പിട്ടത്. വർഷം 1996. ഓക്കെ. അടുത്തത് ഗംഗ ആക്ഷൻ പ്ലാൻ. അതും ചോദിക്കാറുള്ളതാണ്. ഗംഗ ആക്ഷൻ പ്ലാൻ വർഷം 1986-ലാണ്. ഗംഗയെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ് ഗംഗ ആക്ഷൻ പ്ലാൻ. 1986-ലാണ്. രാജീവ് ഗാന്ധിയായിരുന്നു അപ്പോഴത്തെ പ്രധാനമന്ത്രി. 1986 ഗംഗ ആക്ഷൻ പ്ലാൻ. ആ സമയത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഇനി അതേപോലെ ഗംഗയെ ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2014 പദ്ധതിയാണ് നമാമി ഗംഗ യോജന. 2014-ലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്കെ. ആ സമയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. നമാമി ഗംഗ യോജന വർഷം 2014, ഗംഗ ആക്ഷൻ പ്ലാൻ 1986. ഓക്കെ. ഈ രണ്ട് പദ്ധതിയുടെയും ഉദ്ദേശം ഗംഗാ ശുദ്ധീകരണമാണ്. ഓക്കെ. ഗംഗയെ മാലിന്യ മുക്തമാക്കുക എന്നുള്ളതാണ് ഗംഗ ആക്ഷൻ പ്ലാനും അതേപോലെ നമാമി ഗംഗാ യോജനയുടെയും ലക്ഷ്യം. ഓക്കെ.
അപ്പോൾ വർഷം മറന്നു പോരുത്. ഗംഗ ആക്ഷൻ പ്ലാൻ 1986, നമാമി ഗംഗ യോജന 2014. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗംഗാ നദിയെ പറ്റിയിട്ട് PSC ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നദിയുമായിട്ട്, അടുത്ത ഹിമാലയൻ നദി ബ്രഹ്മപുത്രയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.